നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഏവർക്കും പുതുവത്സര ആശംസകൾ. പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്. ഡിസംബർ 31 വർഷം സമാപിക്കുന്നു. വീണ്ടും ജനുവരി 1 മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം. 2025 ഡിസംബർ 31 വളരെ പെട്ടെന്ന് കഴിഞ്ഞു. 26 ജനുവരി 1 നാളെ മുതൽ ആരംഭിക്കും. നാം കേരളീയർ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിന്. പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമാണ്. മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും. മേടം 1 നമുക്ക് മേടം 1 വിഷുവാണ്. അതും ഒരു വലിയ ആരംഭമാണ്. വിഷുവർഷമാണ് നാം വാർഷിക ഫലം പറയാറുള്ളത്. ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏതായാലും നാം വാരഫലം ചർച്ച ചെയ്യുമ്പോൾ 1/1/2026 ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം, ശുഭനക്ഷത്രമാണ്, ശുഭതിഥിയാണ്. അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ്? അയാൾ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു: ആരോഗ്യം, അഖിലാഭീഷ്ട കാര്യസിദ്ധി, ധാര, ആത്മജാതിഭിർ ഹർഷഃ, ഭാഗ്യമിത്യുദിതം ബുധൈഹി. പണ്ഡിതന്മാർ ഭാഗ്യമെന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു: ആരോഗ്യം, ഹെൽത്ത് ഉണ്ടാവുക, അഖിലാഭീഷ്ട കാര്യസിദ്ധി, താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക, ധാര, ആത്മജാതിഭിഹി ഹർഷഃ, തൻ്റെ ഭാര്യ, സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം. ഇതാണ് ഭാഗ്യം. അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമാത്രമല്ല, അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു. അന്യായമായി വെട്ടിപ്പിടിക്കുന്ന ഒന്നും തന്നെ ശാശ്വതമല്ല. ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്: അന്യായേന ആർജിതം ധനം തന്യായേന വിനശ്യതി. അല്ലയോ, അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും. പ്രാപ്തേതു ഷോഡശേ വർഷേ സമൂലം തദ് വിനശ്യതി. അങ്ങനെ ധനം നശിക്കും. നശിച്ചില്ലെങ്കിൽ 16ാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു. നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ്. അപ്രകാരമാണ് അന്യായമായി പിടിച്ചു പറിച്ചുണ്ടാക്കിയ സ്വത്തുവകകൾ MLA മാർ, MP മാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു. അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു. എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട്. ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങളിൽ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ്. 1201 ധനു 17 മുതൽ 23 തീയതി വരെയുള്ള 1/1/2026 മുതൽ 7/1/2026 വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം. മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ്. ഇടവത്തിൽ ചന്ദ്രനുണ്ട്, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, ധനുവിൽ സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ. പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല. കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ വളരെ അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതിയാണുള്ളത്. എല്ലാ ഗ്രഹങ്ങളും 4-ാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും ശുക്രനും നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ രാഹു, 7 ശനി, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ, 10-ാം ഭാവത്തിൽ വ്യാഴം, 12-ൽ കേതു. പലപ്പോഴും കന്നിരാശിക്കാർക്ക് താൻ വളരെ കഷ്ടപ്പെട്ട് ഇത്രയും കാലം നടത്തിയതിനൊക്കെ ഒരു പെർഫെക്ഷൻ, പൂർണ്ണത വരുന്ന വാരമാണിത്. 9-ാം ഭാവത്തിൽ ചന്ദ്രനാണ്. ലാഭാധിപനായ ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. സൗഭാഗ്യാത്മജ മിത്രബന്ധു ധനവാഗ് ധർമ്മസ്ഥിതേ ശീതകോ. ചന്ദ്രൻ 9-ൽ നിൽക്കുമ്പോൾ നല്ല സൗഭാഗ്യങ്ങളുണ്ടാവും, സന്താന ശ്രേയസ്സുണ്ടാവും, നല്ല സുഹൃത്തുക്കളുണ്ടാവും, ഒക്കെ നന്നാവും. തപോഭാവക താരകേശോജനസ്യ പ്രജാസ്തദ്വിയ വന്ദിനസ്തം സ്തുവന്തി.
തൻ്റെ പ്രജകൾ തന്നെ സ്തുതിക്കുമെന്നാണ്. പലപ്പോഴും അധികാരികൾക്ക് വളരെയധികം അപ്രീസിയേഷൻ തൻ്റെ പ്രജകളിൽ നിന്നും ലഭിക്കുക, പേരുണ്ടാവുക, പെരുമയുണ്ടാവുക. മേലുദ്യോഗസ്ഥന്മാർക്ക് തൻ്റെ കീഴ് ജീവനക്കാരിൽ നിന്നും വളരെയധികം സന്തോഷകരമായ അനുഭവം ഉണ്ടാവും. ഒരുപക്ഷെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെയൊക്കെ സപ്പോർട്ട്, അവരുടെ യാത്രയയപ്പൊക്കെ ഗംഭീരമായിരിക്കാം. അത് ഏത് മേഖലയിലുള്ളവർക്കും വളരെ അനുകൂലമായിട്ട് വരും. അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ വരുന്ന വാരമാണിത്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും വളരെയധികം ഒരു യോഗകാരകനായി മാനവശ്രേഷ്ഠ യോഗവും അതിമാനുഷ യോഗവും പ്രദാനം ചെയ്യുന്ന വാരമാണ്. ധാരാളം ശത്രുക്കൾ ഉണ്ടാകും. സ്വന്തം അന്തശത്രുക്കൾ, കുടുംബത്തിലും പുറത്തും ശത്രുക്കൾ വരും. 4ാം ഭാവത്തിൽ സൂര്യനാണ്. അപ്രകാരം തന്നെ വാഹനം ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. 2 വീലർ ഉപയോഗിക്കുന്നവർക്ക് അധോമുഖ രാശിയാണ്. അഭിപതി ബാഹാദിത പൃച്ഛത, വാഹനത്തിന് വീഴുവാനുള്ള ഒരു സമയമൊക്കെയുണ്ട്. കർമ്മമേഖല വളരെ ശാന്തമായി. അപ്രകാരം തന്നെ പലപ്പോഴും വിവാഹ വിഷയത്തിലേക്കൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം. ഇവിടെ 7ാം ഭാവത്തിൽ ശനിയുണ്ടെങ്കിലും വിവാഹവതിയായ ഗ്രഹത്തിന് ഭാഗ്യാധിപൻ്റെ ദൃഷ്ടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അച്ഛൻ്റെ ജോലി മക്കൾക്ക് കിട്ടാൻ വളരെ അനുകൂലമായ സമയമാണ്. അച്ഛൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ മക്കൾക്ക് ജോലി ലഭിക്കുക, അല്ലെങ്കിൽ പക്ഷേ അച്ഛൻ്റെ വിയോഗത്തിൽ ആ ജോലി മക്കൾക്ക് ലഭിക്കുന്ന സമയമൊക്കെയാണ് ഇവിടെ. 2 രാജയോഗമാണ്, അതിമാനുഷ യോഗവും മാനവശ്രേഷ്ഠ യോഗവും. ഈ 2 യോഗവും വളരെയധികം അനുകൂലമായി വരും. ആർക്ക്? കന്നിരാശിക്കാർക്ക്. ഏതെല്ലാം മേഖലകളിൽ? പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ, ഭൂമി വിഷയത്തിൽ, ജോലി വിഷയത്തിലെല്ലാം തന്നെ. അതിനാൽ വളരെ അനുകൂലമായി ശ്രമിക്കുകയാണെങ്കിൽ ഈ വാരം വളരെയധികം ഗൗരവത്തോടു കൂടി സമീപിച്ചാൽ വളരെ ഗുണപരമായ മാറ്റങ്ങൾ വരും. കന്നിരാശിക്കാർക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ശ്രദ്ധിക്കുക, മുന്നോട്ട് നീങ്ങുക. നന്ദി, നമസ്തേ.